എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചി ക്യൂൻസ് വാക്വേയിലാണ്. അപ്പോൾ ക്യൂൻസ് വാക്വേയുടെ വീഡിയോ നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലെ കാഴ്ചകളാണ്. ഞാൻ മിക്കവാറും പോയിരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഞാൻ മറൈൻ ഡ്രൈവിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ കൊച്ചിയിൽ ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കൊച്ചി മറൈൻ ഡ്രൈവ്. അപ്പോൾ മറൈൻ ഡ്രൈവിലെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബൈക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ ഇവിടെ നടക്കാനാണെന്ന് ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ക്യൂൻസ് വാക്വേയുടെ ഞാൻ മുമ്പേ പറഞ്ഞു വിട്ടുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു, അത് നിങ്ങൾ കാണുക. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ സ്ട്രീറ്റാണ് ക്യൂൻസ് വാക്വേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് GIDയുടെ ഓഫീസാണ്, ഗ്രോസറി ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഓഫീസാണ്. മുമ്പ് നമ്മുടെ ഈ ക്യൂൻസ് വാക്വേക്ക് ഗ്രോസറി വാക്വേ എന്നൊരു പേരുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ക്യൂൻസ് വാക്വേ എന്നാക്കിയത്. ഇപ്പം കൊച്ചിയിൽ മറൈൻ ഡ്രൈവ് പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ക്യൂൻസ് വാക്വേ. അപ്പോൾ ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്, നമുക്ക് എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോയി നോക്കാമേ. അപ്പോൾ അവിടെ നിന്ന് നടന്ന് നമ്മുടെ ഗ്രോസറി റോഡിൻ്റെ അങ്ങോട്ടുള്ള അവിടെ ആവാറായിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് മറൈൻ ഡ്രൈവിൻ്റെ കുറച്ച് കാഴ്ചകൾ പറക്കണം. നമ്മളപ്പോൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇനി അവിടെ നിന്ന് നേരെ പോകുന്നതാണ് നമ്മുടെ മറൈൻ ഡ്രൈവിലേക്കുള്ള റോഡ്. നമുക്കപ്പോൾ ഈ ഗ്രോസറി പാർക്കിലോട്ട്, ഫസ്റ്റ് ഗ്രോസറി പാർക്കിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് നമുക്ക് രണ്ടൊന്ന് വീഡിയോ എടുക്കണം. നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വൈപ്പിന് മുനമ്പം അതുപോലെ വല്ലാർപ്പാടമൊക്കെ പോകുന്നത് ഈ ഒരു ഗ്രോസറി പാർക്കിലൂടെയാണ്. നമ്മൾ വന്നത് ഇതേ അതുവഴിയാണ്. അതിലേ ഇങ്ങനെ കറങ്ങി ഇവിടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവൊക്കെ ഇതേ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ എല്ലാം അടിപൊളി ഒരു വ്യൂ കിട്ടുമേ. ഇത് കണ്ട, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവ്. അപ്പോൾ അത് ദൂരെ കൂടെ നമ്മുടെ വാട്ടർ മെട്രോ പോകുന്നതാണ് കേട്ടോ. നമ്മുടെ വാട്ടർ മെട്രോ ഒരെണ്ണം ദൂരെ കൂടെ പോകുന്നുണ്ട്. അത് ഹൈക്കോർട്ടിൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൂരെ നിന്നൊരു ജങ്കാറും വരുന്നുണ്ട്. ജങ്കാറും വാട്ടർ മെട്രോയും അതുപോലെ തന്നെ ചെറിയ ബോട്ടുകളും എല്ലാം കൂടെ ഇവിടെ സംഗമിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ആയിട്ട് റൂമിലിരിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ വെയിലായിട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. ഇതാണ് മറൈൻ ഡ്രൈവിലെ കാഴ്ചകൾ. അപ്പം നമുക്ക് മറൈൻ ഡ്രൈവിലെ ഗ്രോസറി പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ. നമുക്കിനി മറൈൻ ഡ്രൈവിലേക്ക് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. നമ്മൾ വീണ്ടും മറൈൻ ഡ്രൈവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെയായിട്ട് ഈ രണ്ട് കെട്ടിടങ്ങൾക്ക് നടുവിലൂടെ നമ്മുടെ ഹൈക്കോടതി കാണാം. അതിന് ഏകദേശം അത്രയും ദൂരം തന്നെ പോകാനുണ്ട്. നമ്മുടെ ഈ മറൈൻ ഡ്രൈവ് നേരത്തെ ഇത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം നമ്മുടെ ഷൺമുഖം റോഡ് തൊട്ട് ഇങ്ങോട്ടുള്ള ഭാഗം മണ്ണ് നികത്തി എടുത്തിട്ട് അങ്ങനെ കായൽ നികത്തി എടുത്തിട്ടാണ് നമ്മുടെ ഇന്ന് കാണുന്ന മറൈൻ ഡ്രൈവ് പണിതിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ നമുക്ക് നടക്കാനുണ്ട്. ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് APJ അബ്ദുൽ കലാം മാർഗിലാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതി മിസൈൽ മാനുമായ ശ്രീ അബ്ദുൽ കലാമിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ വേക്ക് അബ്ദുൽ കലാം മാർഗ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. മിസൈൽ മാൻ്റെ നല്ലൊരു ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. കെട്ടിടത്തിന് മുകളിൽ പെയിൻ്റ് അടിക്കുകയാണ്. എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കി. ഇതുപോലെ വലിയ വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ
നമ്മളിപ്പോൾ കൊച്ചി മറൈൻ ഡ്രൈവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2.5-3 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഈ കൊച്ചി മറൈൻ ഡ്രൈവിൻ്റെ വാക്ക് വേ. അപ്പോൾ അത് നമുക്ക് പുറയിൽ കാണാം, ഇത്രയും ദൂരമുണ്ട്. പിന്നെ അത് ഇങ്ങോട്ടും ഇത്രയും ദൂരമുണ്ട്. 2-3 കിലോമീറ്റർ താഴെയുണ്ട് ഈ ഒരു വാക്ക് വേ. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ ഒരറ്റത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല മരങ്ങളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട വീഡിയോ ദേ കാണുന്ന ഗോശ്രീ പാലത്തിൽ നിന്ന് എടുത്തതാണേ. അവിടെ നിന്നുള്ള മറൈൻ ഡ്രൈവിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. എന്തായാലും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ ഒരു കൊച്ചി മറൈൻ ഡ്രൈവ്. ഒരുപാട് ഈ മണ്ണ് നീക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന മറൈൻ ഡ്രൈവ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ, ഓപ്പൺ സ്പേസ്, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഒരു മറൈൻ ഡ്രൈവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതൊരു പഞ്ചാബുകാരനായ ഒരു കുൽദീപ് സിംഗ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് മറൈൻ ഡ്രൈവിൻ്റെ ഇപ്പോഴത്തെ കാര്യമല്ല, രൂപകൽപ്പന ചെയ്ത നിർമ്മാണ സമയത്തെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നേവൽ ബേസ് അടുത്തായതുകൊണ്ട് എപ്പോഴും നേവിയുടെ ഹെലികോപ്റ്ററുകൾ ഇതിലെ കൂടി ഇങ്ങനെ പറന്ന് നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ദൂരെ കാണുന്നത് നമ്മുടെ കൊച്ചി പോർട്ട് ട്രസ്റ്റിൻ്റെ ഒരു ഓഫീസാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു കെട്ടിടം കൊച്ചി മറൈൻ ഡ്രൈവിൻ്റെ ഒരു പ്രത്യേകത എടുത്തു കാണിക്കുന്ന കെട്ടിടമാണ്. മിക്കവാറുള്ള ചിത്രങ്ങളിലും സിനിമകളിലൊക്കെ ഈ കെട്ടിടം ഇങ്ങനെ എടുത്തു നിൽക്കും. നമ്മളിപ്പോൾ ആദ്യം കാണുന്ന ഒരു പാലമുണ്ട്, ആ പാലത്തിന് പറയുന്നത് കെട്ടുവള്ളം പാലം എന്നാണ്. ഇത് കഴിഞ്ഞിട്ട് മഴവിൽ പാലം എന്നുള്ളൊരു പാലമുണ്ട്, അതുപോലെ തന്നെ ചൈനീസ് നെറ്റ് പാലമുണ്ട്. അങ്ങനെ 3 പാലങ്ങളുണ്ട് നമ്മുടെ ഒരു മറൈൻ ഡ്രൈവിൽ. അപ്പോൾ ഈ പാലങ്ങളിലൊക്കെ തന്നെ വെച്ച് നിരവധി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പഴയ സിനിമകളിലൊക്കെ ഒത്തിരി കയറി വരുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് സിനിമകളിൽ ഈ 3 പാലങ്ങളും കയറി വരുന്നുണ്ട്. അപ്പോൾ ഡോക്യുമെൻ്ററിക്കൊക്കെ ആണെങ്കിലും സിനിമാക്കാരുടെയൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ട കേന്ദ്രമാണ് ഈ 3 പാലങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ മറൈൻ ഡ്രൈവിലൂടെ വീണ്ടും മുന്നോട്ട് നടക്കുവാണ്. നമ്മളീ കാണുന്നതാണ് നമ്മുടെ വാട്ടർ മെട്രോ സർവീസ്. അപ്പോൾ വാട്ടർ മെട്രോയെ പറ്റി നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസാണ് നമ്മുടെ കൊച്ചിയിലുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് വൈറ്റില, അതുപോലെ തന്നെ ഇപ്പോൾ ഹൈക്കോടതി വാട്ടർ മെട്രോ സ്റ്റേഷനാണ് കാണുന്നത്. വൈപ്പിന്, കാക്കനാട്, അതുപോലെ ചിറ്റൂർ സൗത്ത്, ചേരാനല്ലൂർ, ഫോർട്ട് കൊച്ചി, അങ്ങനെ നിരവധി സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഒരു വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈക്കോടതി ജംഗ്ഷൻ വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇത് ഇലക്ട്രിക് ബോട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷൻ വാട്ടർ മെട്രോ സ്റ്റേഷന്. മെട്രോയിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഫ്ലോട്ടിംഗ് പോൻറ്റൂൺസ് ഡോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ചില പാക്കേജുകളും ഉണ്ട്, നിങ്ങളത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നിരവധി മറ്റ് വെസലുകളും ഇതുപോലെ തന്നെ നമ്മുടെ മറൈൻ ഡ്രൈവിൽ കിടപ്പുണ്ട്. ഈ കാണുന്നത് നമ്മുടെ സാഗര റാണിയുടെ ഒരു ജെട്ടിയാണ്. അപ്പോൾ സാഗര റാണി ഒരുപാട് ഫാൻസുള്ള ഒരു വെസലാണ്. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലാണ് സാഗര റാണി ഉള്ളത്. ഈ സാഗര റാണിയിൽ നമുക്ക് കൊച്ചി കായലിൻ്റെയും അതുപോലെ തന്നെ അറബിക്കടലിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ടിക്കറ്റ് ചാർജ് 600 രൂപയാണ്, കുട്ടികൾക്ക് 300 രൂപയാണ്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഇവിടെ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ നിരവധി പാക്കേജുകൾ ലഭ്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവരുടെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് ബോട്ടുകളുണ്ട്. അപ്പം പണ്ടതിനേക്കാളും എനിക്ക് തോന്നുന്നു ബോട്ടുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ ഒരു വാട്ടർ മെട്രോ സിസ്റ്റം വന്നതിൽ പിന്നെ ഏതാണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിൽ തന്നെ ഈ കായലിലെ യാത്രകൾ കാണാൻ വേണ്ടിയിട്ടാണ്. AC ഒക്കെ ഉണ്ട്, നല്ല സേഫുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇവിടെയുള്ള ബോട്ടുകൾക്കൊക്കെ സർവീസ് അല്പം കുറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അതല്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെറിയ ബോട്ടുകളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലപോലെ വില പേശിയിട്ട് തന്നെ
നിങ്ങളത് എടുക്കുക. കാരണം പല റേറ്റുകളാണ് പല ആൾക്കാരുടെ അടുത്തു നിന്ന് എടുക്കുന്നത്. നമ്മളെന്തായാലും വാട്ടർ മെട്രോയുടെ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം വാട്ടർ മെട്രോ നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൻ്റെ കാഴ്ചകൾ മാത്രമാണ് കാണിക്കുന്നത്. നീ എന്തായാലും ഇച്ചിരി വെള്ളം വല്ലതും കുടിച്ചിട്ട് വേണം നമുക്ക് വീണ്ടും നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഹലോ മാങ്കോ ഇവിടെ കടകളിലൊക്കെ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ച നെല്ലിക്ക, മാങ്ങ, അതുപോലെ തന്നെ പൈനാപ്പിൾ ഒക്കെ ലഭ്യമാണ്. എല്ലാ കടകളിലും ഇതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ ലഭിക്കും. ഒരുപാട് ആൾക്കാരൊക്കെ മേടിക്കുന്നുണ്ട്. ചേട്ടൻ്റെ കുലുക്കത്ര പോരാ എന്ന് തോന്നുന്നു. ഇങ്ങോട്ട് കുലുക്ക് ചേട്ടാ, കുലുക്ക്. മറൈൻ ഡ്രൈവിൽ വരുന്നവർക്കാണെങ്കിൽ പാർക്കിങ്ങിൻ്റെ കാര്യമൊന്നും പേടിക്കണ്ട. ഇതുപോലെ ഗ്രൗണ്ടുകളുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. എത്ര ആൾക്കാർ വന്നാലും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസൊക്കെ ഉണ്ട്. അതുകൊണ്ട് വണ്ടിയിലൊക്കെ വരുവാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, കൂളായിട്ട് കയറി വരാം. ബൈക്കിന് പാർക്കിംഗ് അപ്പുറത്ത് സെപ്പറേറ്റ് ഉണ്ട്. കാറൊക്കെ നമുക്ക്, വലിയ വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഇടാം. മുന്നോട്ട് പോയപ്പോൾ കണ്ട ചെറിയൊരു കാഴ്ചയാണേ. ഇങ്ങോട്ട് നോക്കിയേ, എന്താ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരിവിടെ വന്ന് സെറ്റപ്പ് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ മഴവിൽ പാലം കണ്ടിട്ടുണ്ട്. ഒരുപാട് സിനിമകൾക്കൊക്കെ ലൊക്കേഷനാണ് നമ്മുടെ ഈ മഴവിൽ പാലങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള മറൈൻ ഡ്രൈവിലെ പാലങ്ങളൊക്കെ. മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളി നീ ശഹാന പാടി. मैंने प्यार किया, क्या किया? प्यार किया तो डरना क्या. വൈകുന്നേരമായി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് ഇവിടേക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കൊന്നും അധികം തിരക്കില്ല, പക്ഷേ വൈകുന്നേരം നല്ല തിരക്കാണ്. ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയും കൂടാണ് കാണാൻ. ആദ്യമായിട്ടൊക്കെ എറണാകുളത്ത് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൗതുകമായിട്ട് നോക്കിയിരുന്നൊരു കാഴ്ചയായിരുന്നു നമ്മുടെ മറൈൻ ഡ്രൈവ്. പിന്നുള്ളൊരു സംഭവം നമ്മുടെ ഒബ്റോൺ മാളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കൊച്ചിയിലൊക്കെ നിരവധി മാളുകൾ വന്നു. ഒബ്റോൺ മാളിൻ്റെയൊക്കെ അവസ്ഥ എന്തുവായി തീർന്നെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമേ ഉള്ളേ. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മറൈൻ ഡ്രൈവിൻ്റെ ഒരു ഭാഗത്ത് ഫ്ലാറ്റുകളും പിന്നെ അതുപോലെ തന്നെ കടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കടകളൊക്കെ നല്ല ആക്റ്റീവ് ആകുമേ. അപ്പോൾ ഈ കാണുന്നത് മറൈൻ ഡ്രൈവിലെ വാക്കിയിലെ ഡിസൈൻ ചെയ്തൊന്നുമല്ല, കാക്കകളും പക്ഷികളും അവിടെ കലാപരിപാടികൾ കാണിച്ചതാണ്. ഒരുപാട് കാമുകന്മാർ ഒന്നിച്ച് നടന്ന സ്വപ്നം കണ്ട വാക്വേയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ ദൈവം ഇപ്പം എവിടെ എത്തിച്ചെന്ന് ഒരു പിടിയുമില്ല. നമ്മളീ ദൂരെ കാണുന്ന നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗമാണ്. അപ്പം മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഏകദേശം നല്ല കാറ്റൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നട്ടുച്ചയ്ക്കാണ് വന്നതെങ്കിലും മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല കാറ്റടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നല്ല നീല കളറാണ്. പല സൈഡിലേക്ക് വന്നപ്പോഴത്തേക്ക് തൻ്റെ ഡാർക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങ് ദൂരെ ചെറുതായിട്ട് മഴ പെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അധികം താമസിക്കാതെ നമ്മുടെ മറൈൻ ഡ്രൈവിലും മഴയെത്തും. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ ഇവിടെ ഇരിക്കാതെ അടുത്ത കെട്ടിടങ്ങളിലേക്ക് മാറി ഇരിക്കേണ്ടി വരും. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറൈൻ ഡ്രൈവിലെ നല്ല മഴയുടെ നല്ല അടിപൊളി ഒരു വീഡിയോ നമുക്ക് ലഭിക്കും. ഇപ്പം നമുക്ക് നോക്കിയറിയാൻ ദൂരെ നമ്മൾ കണ്ട ചെറു വള്ളങ്ങളും ബോട്ടുകളും ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം അവിടെയൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് അതെല്ലാം മൂടിയിരിക്കുകയാണ്. ശക്തമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മറൈൻ ഡ്രൈവിലും അടിപൊളി മഴ പെയ്തിരിക്കുകയാണ്. ഇപ്പം നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഈ കായലിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മഴ ആയി വരുന്നതേ ഉള്ളൂ, കണ്ടോ. മഴ ഇങ്ങനെ തകർത്ത് പെയ്യുവാണ്. ഒപ്പം നല്ല കാറ്റും കൂടെ അടിക്കുന്നുണ്ട്.
എന്തായാലും ഒരേ സമയം വെയിലും അതുപോലെ തന്നെ മഴയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴയത്ത് നമ്മുടെ ഈ വാക്ക് വേയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ചീനവല പാലത്തിനടുത്ത് എത്തിയിട്ടുണ്ടേ അമ്മേ. അപ്പോൾ മഴ ആയതുകൊണ്ട് മിക്കവാറും ഇതിൽ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കെട്ടിടങ്ങളിലൊക്കെ കയറി നിൽക്കുമായിരിക്കും. അപ്പോൾ അത്യാവശ്യം കുറേ നടന്ന് ഞാൻ ഗോശ്രീ ആ ബാക്കി തൊട്ട് ഇവിടെ വരെ നടക്കുമായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ നമുക്ക് മുന്നോട്ടുള്ളൂ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, മഴ അല്പം മാറി വീഴുന്നുണ്ട്. മഴ പെയ്ത് മാറിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വാക്വേയിലൂടെയുള്ള നടത്തം നല്ലൊരു ഭംഗിയാണ്. നിങ്ങൾ നോക്കി, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു എറണാകുളം ബോട്ട് ജെട്ടിയാണ്. അവിടെ വരെയാണ് നമുക്ക് നടക്കാൻ സാധിക്കുന്നത്. പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വല്ലാർപ്പാടം നമ്മുടെ കപ്പൽശാലയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ അങ്ങോട്ട് പോയി കൂടുതൽ ഫോട്ടോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ബോട്ട് ജെട്ടിയുടെ അവിടെ ആയിട്ടുണ്ട്. ഇവിടെ ബോട്ടുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ സുഭാഷ് പാർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ കാഴ്ചകൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എറണാകുളം ബോട്ട് ജെട്ടിയെ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇവൾ നമ്മുടെ മുത്താണേ, പറയാനുണ്ട് നമ്മുടെ കൊച്ചി, പല ചൊല്ലാൻ പലതാണ്.